നമസ്കാരം, വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈ അന്തം വിട്ട് ക്യാമറയും പിടിച്ചിരിക്കുന്നത് ഞാനാണ്, വിനോദാണ്. ഞങ്ങൾ ഇന്ന് ഫാമിലിയോടൊപ്പമാണ്. ഇന്ന് ഈ നിൽക്കുന്നത്, ഈ പോകുന്നത് പാലാ ടൗണിലേക്കാണ്. നമ്മുടെ മാണി സി കാപ്പന്റെ പാലാ ടൗണിലേക്ക്. ഈ കാണുന്നത് ഇടതുവശത്ത് കണ്ടത് മിനി സിവിൽ സ്റ്റേഷനാണ്. ഞങ്ങള് രാമപുരം റോഡിലൂടെയാണ് പാലായിലേക്ക് എത്തിയത്. ഒരാവശ്യത്തിന് വലവൂര് വരെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂർ സമയം വെറുതെ നിൽക്കേണ്ടല്ലോ എന്ന് കരുതി പാലാ കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ ഈ ചെന്ന് കയറുന്ന ഈ സ്ഥലം, ഈ ജംഗ്ഷൻ പാലായിലെ അതിപ്രശസ്തമായ കുരിശുപള്ളി ഇരിക്കുന്ന കുരിശുപള്ളി ജംഗ്ഷനാണ്. ഈ കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്നും പള്ളി കാണിച്ചു തരാം, കുരിശുപള്ളി കാണിച്ചു തരാം. അതിന് മുമ്പ്, കാരണം വലത്തേക്ക് ഇവിടെ തിരിയാൻ പറ്റില്ല, ഇടത്തേക്ക് മാത്രമേ തിരിയാൻ പറ്റുള്ളൂ, 1 വേ ആണ്. അപ്പോൾ കുരിശുപള്ളി കാണുന്നതിന് മുമ്പ് നമുക്ക് പാലാ തൊടുപുഴ റൂട്ടിൽ ഒന്ന് യാത്ര ചെയ്യാം. ഈ കാണുന്നത് KSRTC ആണ്. തൊടുപുഴ റൂട്ടിലെ KSRTC ബസ് സ്റ്റേഷനാണ്. പാലാ KSRTC ബസ് സ്റ്റേഷനാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. അങ്ങനെ പാലായിലെ ബൈപ്പാസിലേക്ക് നമ്മൾ എത്തി. ഈ ബൈപ്പാസിന്റെ പേരല്ല, ഈ ജംഗ്ഷന്റെ പേര് KC സെബാസ്റ്റ്യൻ സ്ക്വയർ എന്നാണ് ഈ ജംഗ്ഷന്റെ പേര്. അങ്ങനെ ഞങ്ങൾ പാലാ റൂട്ടിലേക്ക് തൊടുപുഴ റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു നഴ്സറി ഉണ്ട്. കുറച്ച് നാളായി നോക്കിയിരുന്ന ഒരു കുറ്റി കുരുമുളക് ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചേക്കാന്ന് വിചാരിച്ചു. കാരണം ഇവിടെ കർഷകരുടെ ഏരിയ ആണല്ലോ പാലാ. അപ്പോൾ തീർച്ചയായും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ മഴ പെയ്ത് ആകെ നനഞ്ഞു കിടക്കണം. ഞങ്ങൾ അവിടെ ഇറങ്ങി കുരുമുളക് ചെടി ഉണ്ടോ എന്ന് ചോദിച്ച് ചെടിച്ചട്ടിയിൽ വളർത്തണം. അപ്പം തിരിയൊക്കെ വന്ന 2 തൈ പയ്യൻ തന്നു. 100 രൂപയാണ് ഒരു തൈക്ക് വില. അപ്പം നഴ്സറിയിലെ കാഴ്ചകളൊക്കെ കണ്ട് സാധനം വണ്ടിയിലേക്ക് എടുത്തു വെച്ചു. ഇനിയും സമയമുണ്ട്, സമയം കടലുപോലെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പാലാ ടൗണിനെ ലക്ഷ്യമാക്കി തിരിച്ച് പോരുകയാണ്. ഇത് തൊടുപുഴ റോഡാണ് കേട്ടോ, തൊടുപുഴ റോഡ്. നേരെ മുമ്പോട്ട് പോയാൽ തൊടുപുഴയും പുറകോട്ട് പോയാൽ പാലയുമാണ്. നമ്മൾ നേരെ തിരിഞ്ഞു പാലാ റൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈഡിൽ പഴയടം രുചിയുടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ജംഗ്ഷനിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞാൽ പാലാ ടൗണിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ഈ ഇടത്തേക്ക് തിരിഞ്ഞു. പാലാ ടൗണിലൊക്കെ ചെറുപ്പകാലങ്ങളിൽ പല പ്രാവശ്യം സിനിമ കാണാനും അല്ലാതെയും ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ വലത്ത് സൈഡിൽ കാണുന്നത് KSRTCയും ഇടത്ത് സൈഡിൽ പണ്ടത്തെ പ്രശസ്തമായ മഹാറാണി തിയേറ്ററുമാണ്. പക്ഷെ മഹാറാണി തിയേറ്റർ ഇപ്പോഴും ഒരു ശോച്യാവസ്ഥയിലാണ്. തിയേറ്റർ ഇപ്പോൾ പ്രവർത്തനമില്ല എന്ന് തോന്നുന്നു, അടച്ചിട്ടിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ പാലാ ആ ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു തോന്നല്, നമ്മൾക്ക് ഭരണങ്ങാപുരം വരെ പോകാം, അൽഫോൻസാമ്മയുടെ ടോമുണ്ട്, ആ വഴി ഒന്നും യാത്ര ചെയ്തേക്കാവുന്ന ഒരു തോന്നല്. ഞങ്ങൾ ഈരാറ്റുപേട്ട റോഡിൽ കയറി. പാലായിൽ നിന്നും 5 കിലോമീറ്ററാണ് ഭരണങ്ങാനത്തിന്. ഓടിച്ചേക്കാം, വലിയ തിരക്കില്ല. എന്നാലും മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മൊത്തം ഒരു എന്താ പറയാ, ഒരു ഓഫ് കളറിലാണ് പാലാ കാണപ്പെടുന്നത്. വലിയ തിളക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് പാലാ കാണപ്പെടുന്നത്. നല്ല റോഡാണ്. ഭരണങ്ങാനത്തേക്ക് കുറച്ച് ദൂരവും കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടതുണ്ട്. എന്നാലും നമ്മൾ 5 കിലോമീറ്റർ ദൂരെയാണ് ഭരണങ്ങാനം. ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധയാണ് അൽഫോൻസാമ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അൽഫോൻസാമയുടെ ടോമ്പ് കാണുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി, ആ തീർത്ഥാടന കേന്ദ്രം ഒന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഭരണങ്ങാനത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ മഴച്ചാറ്റിൽ ഇടയ്ക്കിടയ്ക്കുണ്ട്. നല്ല പച്ചപ്പുണ്ട്. പാലായും കോട്ടയവും എല്ലാം റബ്ബർ കർഷകരുടെ നാടാണല്ലോ. അതുകൊണ്ട് 2 സൈഡിലും റബ്ബർ ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നു അല്ലേ. റബ്ബറും
പച്ചപ്പും പച്ചപ്പും ഹരിതാഭയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ അൽഫോൻസാമ്മയുടെ ഭരണജ്ഞാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണജ്ഞാനത്ത് ഇവിടുന്ന് ഇടത്തേക്ക് കയറിയാൽ അൽഫോൻസാമ്മയുടെ തീർത്ഥാടന കേന്ദ്രമാണ്. സെന്റ് മേരീസ് ഫൊറാന പള്ളിയോട് ചേർന്നിട്ടാണ് ഈ തീർത്ഥാടന കേന്ദ്രം ഇരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മ 1910 ജനിക്കുക. 1946 പരലോകവാസിയുമായി തീർന്നു. അവര് ജീവിച്ചിരുന്ന കാലം ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹനത്തിൻ്റെതും ഒക്കെ ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരുപാട് ഏരിയ ഇവിടെ പാർക്കിങ്ങിനായിട്ടും മറ്റ് സൗകര്യങ്ങളായിട്ടും ഒരുക്കിയിട്ടുണ്ട്. വാഗമണ്ണും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോകുന്ന ആൾക്കാർ എന്തായാലും ഇവിടെ ഇറങ്ങി ഒന്ന് വിശ്രമിച്ചിട്ടാണ് പോകുന്നത്. അൽഫോൻസാമ്മയുടെ ഖബറും ഒക്കെ കണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്, പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സൗകര്യമുണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അൽഫോൻസാമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഇവിടെ കാലുകുത്താൻ വയ്യാത്തതുപോലെയുള്ള ജനസമുദ്രം ഉണ്ടാകാറുണ്ട്. പകല് മുഴുവൻ ആൾക്കാർ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ആരാധനാക്രമങ്ങളുടെയൊക്കെ ഒരു ചാർട്ട്, ഒരു പോസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ആഘോഷങ്ങൾ എന്നുള്ളതെല്ലാം ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സൈഡിലൂടെയുള്ള വഴിയിലൂടെ നമ്മൾ നടന്ന് അൽഫോൻസാമ്മയുടെ ശവകുടീരത്തിലേക്ക് നടക്കുകയാണ്. അതുപോലെ വിശുദ്ധ സാധനങ്ങളൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഭക്തസാധനങ്ങളൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഷോപ്പുകൾ ഇവിടെയൊക്കെ ഉണ്ട്. 2008 ബെനഡിക്റ്റ് 16 പോപ്പ് അൽഫോൻസാമ്മയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധയായി അൽഫോൻസാമ്മ മാറി. ഇതാണ് ആ ടോംബ് ഇരിക്കുന്ന കെട്ടിടം. ഞാൻ അകത്തേക്ക് കയറിയില്ല, സൈഡിലൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കിയതേ ഉള്ളൂ. അകത്ത് ഞാൻ കയറി വീഡിയോ പിടിച്ചിട്ടില്ല എന്നുള്ളത്. അകത്തൊക്കെ കയറി പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയാണ്. ദൂരെ കാണുന്നതാണ് സെന്റ് മേരീസ് ഫൊറാന ചർച്ചിനോടനുബന്ധിച്ചാണ് ഈ ശവകുടീരം ഇവിടെ ഉള്ളത്. അൽഫോൻസാമ്മയുടെ ടോംബ് ഇവിടെയുള്ളത്. അപ്പോൾ വൈഫ് രാധിക ആ ചുമന്ന ചുരിദാറിട്ട് വരുന്ന അദ്ദേഹം സൈഡിലൂടെ താഴെ കൂടെ ഇറങ്ങി വന്നു. ഞാൻ നേരെ മുമ്പിലൂടെ വന്നു. ഞങ്ങൾ ഈ ഫൗണ്ടൻ്റെ ഒക്കെ മുമ്പിൽ നിന്ന് ഓരോ ഫോട്ടോയൊക്കെ പിടിച്ചിട്ടാണ് അവിടുന്ന് പതിയെ യാത്ര തിരിക്കുന്നത്. പുത്രൻ വണ്ടിയിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന് ഇതൊക്കെ അദ്ദേഹം ഫുൾ ടൈം ഓടിക്കലും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി ഇനി സെന്റ് മേരീസ് ഫൊറാന ചർച്ചിന്റെ സൈഡിലൂടെ ആണ് നമ്മൾ പാലാ ഈരാറ്റുപേട്ട റോഡിലേക്ക് ഇറങ്ങി വലത്തേക്ക് തിരിഞ്ഞ് വീണ്ടും നേരെ പാലയിലേക്ക്. ഈ കാണുന്നതാണ് സെന്റ് മേരീസ് ഫൊറാന ചർച്ച്. വളരെ പഴക്കമുള്ള ചർച്ചാണ്. ചെറിയ ചാറ്റമഴയുണ്ട്. ഇതൊരു ശനിയാഴ്ച ദിവസമാണ്, അതുകൊണ്ടായിരിക്കാം ഒരു തിരക്ക് കുറവ്. അത് തന്നെയല്ല, ഇപ്പോൾ ഏതാണ്ട് 10:30-11 മണിയോട് ആയിട്ടുണ്ട് സമയം. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ ഈരാറ്റുപേട്ട വാഗമണ്ണും, വലത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് പാലായുമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഈ കാണുന്നതാണ് സെന്റ് മേരീസ് ഫൊറാന ചർച്ചിന്റെ മുൻഭാഗം. മെയിൻ റോഡിലൂടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. വീണ്ടും നേരെ നമ്മൾ പാലായിലേക്ക്. വഴിയിലൊരു ചായ കുടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നാടൻ പലഹാരങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ നോക്കി. പക്ഷെ അത് ചായ വിൽക്കുന്ന ഹോട്ടലായിരുന്നില്ല. അവിടെ നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഷോപ്പാണ്.
നേരെ വീണ്ടും ഞങ്ങൾ പാലായിൽ മഹാറാണി ജംഗ്ഷനിൽ തന്നെ എത്തി. ഇനി നേരെ പാലാ ടൗണിലേക്ക് ആണ് നമ്മൾ കയറുന്നത്. ഈ ഇടത്ത് സൈഡിൽ കാണുന്ന കെട്ടിടം പാലാ മുനിസിപ്പൽ ഓഫീസാണ്, മുനിസിപ്പാലിറ്റി കെട്ടിടമാണത്. അതിൻ്റെ താഴെ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഷോപ്പിംഗ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. നേരെ നമ്മൾ പോകാമായിരുന്നു, പക്ഷേ ഇപ്പോൾ ടൗണിലേക്ക് പ്രവേശനമില്ല, വൺ വേ ആണ്. ഇടത്ത് സൈഡിലേക്ക് നമ്മൾ തിരിയുന്നു. ഇടത്ത് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ റിവർ വ്യൂ റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നത് പാലാ മുനിസിപ്പൽ സ്റ്റേഡിയമാണ്. മുനിസിപ്പൽ സ്റ്റേഡിയം കഴിഞ്ഞ് ഈ റിവർ വ്യൂ റോഡിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇടത്ത് സൈഡിൽ താഴെ കാണുന്നതാണ് പാലായിലെ മീനച്ചിലാർ. മീനച്ചിലാറിന്റെ സൈഡിലൂടെ റിവർ വ്യൂ റോഡിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ കാണുന്ന വലത് സൈഡിൽ കാണുന്നതാണ് പാലായിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡും കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇടത്ത് സൈഡിൽ ഹോട്ടൽ മഹാറാണി, അതുപോലെയുള്ള മറ്റ് ചില ഹോട്ടലുകൾ, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. റിവർ വ്യൂ റോഡ് നേരെ ചെന്ന് കയറുന്നത് പാലാ കോട്ടയം റോഡിലേക്കാണ്. നമ്മൾ ഇപ്പോൾ ചെന്ന് കയറിയിട്ട് പൊൻകുന്നം റോഡിലേക്ക് ഒന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കാണുന്നത് പാലാ പാലമാണ്. പാലാ പാലം പാലായിൽ നിന്നും പൊൻകുന്നത്തേക്കുള്ള റോഡിലാണ്. അപ്പോൾ നമ്മൾ ഈ പാലത്തിന്റെ കീഴിലൂടെ യാത്ര ചെയ്ത് വേണം നമുക്ക് പൊൻകുന്നത്തേക്ക് എത്താൻ. ഇവിടെ വലത് സൈഡിൽ കാണുന്നത് മുനിസിപ്പൽ പാർക്കാണ്, പാലാ മുനിസിപ്പൽ പാർക്കാണ്. തൊട്ടടുത്ത് കാണുന്ന കെട്ടിടം മുനിസിപ്പൽ ലൈബ്രറിയുമാണ്. ഇവിടെ നിന്ന് നമ്മൾ വലത്തേക്ക് തിരിയുന്നു. ഇടത്ത് സൈഡില് KM മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇടത്ത് സൈഡില് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇടത്തേക്ക് നോക്കാം. ഒരു ചെറിയ ബ്ലോക്കിൽ നമ്മൾ പെട്ടുപോയി. ഈ കാണുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണ്. ഇനി വലത്തേക്ക് നമ്മൾ തിരിയുന്നു. പാലത്തിലൂടെ നമ്മൾ കയറി പൊൻകുന്നം റോഡിലേക്ക് നമ്മൾ കയറി. പൊൻകുന്നം റോഡിൽ കയറി കുറച്ച് കഴിഞ്ഞ് വലത്തേക്ക് കത്തീഡ്രൽ റോഡിലേക്ക് നമ്മൾക്ക് തിരിഞ്ഞാൽ, അതായത് സെന്റ് തോമസ് കത്തീഡ്രൽ ഇരിക്കുന്ന ആ വഴിയാണ്. ആ കത്തീഡ്രൽ റോഡിലേക്ക് തിരിഞ്ഞ് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൊണ്ട് നമ്മൾക്ക്, അതായത് പാലാ ടൗണിൽ നിന്ന് 5 കിലോമീറ്ററാണ് കടപ്പാട്ടൂർ ക്ഷേത്രമുള്ളത്. കടപ്പാട്ടൂർ ക്ഷേത്രത്തിലേക്കാണ് ഇനിയുള്ള യാത്ര. ഇതാണ് കത്തീഡ്രൽ റോഡ്. കത്തീഡ്രൽ റോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇടയ്ക്ക് മഴ ചാറുന്നുണ്ട്. സെന്റ് തോമസ് കത്തീഡ്രലിന്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. ഈ കാണുന്നതാണ് സെന്റ് തോമസ് കത്തീഡ്രൽ. നേരെ നമ്മൾ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ മീനച്ചിലാറിന്റെ തീരത്ത് നമുക്ക് കടപ്പാട്ടൂർ മഹാദേവനെ കാണാം. അങ്ങനെ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിന് പരിസരത്ത് നമ്മൾ എത്തി. ഇത് മീനച്ചിലാറിന്റെ തീരത്താണ് ഈ മഹാദേവ ക്ഷേത്രം ഇരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ എന്നാണ് നിർമ്മാണം ആരംഭിച്ചോന്നോ എന്ന് നിർമ്മിക്കപ്പെട്ടതാണെന്നോ ചരിത്ര രേഖകളൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. എന്താണേലും ഒരു ഐതിഹ്യം എങ്ങനെയാണ്, ഒരു കൂട്ടം അയ്യപ്പ ഭക്തർ ഇവിടെ വന്ന് തമ്പടിച്ചപ്പോൾ ഒരാൾക്ക് മഹാദേവന് ദർശനമുണ്ടാവുകയും അങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവുകയും ചെയ്തു. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്രം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. എന്നാണേലും ഇപ്പോഴും മണ്ഡല മകരവിളക്ക് കാലത്ത് ധാരാളം അയ്യപ്പ ഭക്തര് വന്ന് താവളമടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മഹാദേവ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം. ഭക്തര്
ഇവിടെ ശബരിമലയ്ക്ക് പോകുന്നത് കൊണ്ടും ധാരാളം തിരക്കുണ്ടാകുന്ന സമയമാകുന്നതുകൊണ്ടും വണ്ടി ഇങ്ങോട്ട് എത്തിയില്ലെങ്കിൽ പോലും ഇവിടെ കാൽനടയായി വന്ന് ഇവിടെ ദർശിച്ച് പോകാറാണ് പതിവ്. ഇത് കൂടാതെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ചോറുണ്ടതും ഈ കടപ്പാട്ടൂർ ക്ഷേത്രത്തിലാണ്. അതാണ് കടപ്പാട്ടൂർ ക്ഷേത്രവും ഞാനും തമ്മിലുള്ള ബന്ധം. എന്തായാലും അകത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്നാലും ഇതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പം ഭഗവാനെയൊക്കെ തൊഴുത് ഞങ്ങൾ നേരെ വീണ്ടും മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. ശരിക്കും ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി ഇതല്ല. പ്രധാന വഴി പാലാ കോട്ടയം റൂട്ടിലാണ്. കോട്ടയം റൂട്ടിൽ അരുണാപുരത്തിന് മുമ്പാണ്, അൽഫോൻസ കോളേജിനൊക്കെ മുമ്പ് ഇടത്തേക്കൊരു വഴിയുണ്ട്. ഇതാണ് പ്രധാന ക്ഷേത്രത്തിൻ്റെ പ്രധാന എൻട്രൻസ്. ഇതിലൂടെയാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറേണ്ടത്. ഇവിടെയാണ് പാർക്കിങ്ങിനും മറ്റും കൂടുതൽ സ്ഥലമുള്ളത്. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു മുമ്പോട്ട് പോകുമ്പോൾ ഈ പാലമൊക്കെ ക്ഷേത്രത്തിലേക്കുള്ള വഴി മാത്രമായിട്ടുണ്ടാക്കിയ പാലമാണ്. ഈ ഫ്രണ്ടിൽ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഗോപുരമൊക്കെ ഉണ്ട്. ഈ റോഡ് അല്ലെങ്കിൽ ഈ പാലം ചെന്ന് തുറക്കുന്നത് പാലാ കോട്ടയം റോഡിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേണം ശരിക്കും ക്ഷേത്രത്തിലേക്ക് വരാൻ. ഇതാണ് പ്രധാന കവാടം. വീണ്ടും നമ്മൾ പാലാ റോഡിലൂടെ മുമ്പോട്ട് പോവുക, കോട്ടയം റോഡിലൂടെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്നത് പാലാ അൽഫോൻസ കോളേജാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ ഓർമ്മയ്ക്കായി ആ പേരിൽ തുടങ്ങിയിട്ടുള്ള കോളേജാണ്. ഇതൊരു വനിതാ കോളേജാണ്, ഫുൾ വനിതാ കോളേജാണ്. 1964 ആരംഭിച്ച കോളേജാണ് ഈ അൽഫോൻസ കോളേജ്. ഈ കാണുന്നത്, ഇടതുവശത്ത് കാണുന്നത് 1950 സ്ഥാപിക്കപ്പെട്ട സെയിന്റ് തോമസ് കോളേജാണ്. സെയിന്റ് തോമസ് കോളേജ് പാല. ഈ സ്ഥലത്തിന്റെ പേര് അരുണാപുരം എന്നാണ്. അരുണാപുരത്തുകൂടി നമ്മൾ സെന്റ് തോമസ് കോളേജിന്റെ ഗ്രൗണ്ടും സൈഡിലൂടെയൊക്കെ കണ്ട് മുമ്പോട്ട് ഇങ്ങനെ കോട്ടയം സൈഡിലേക്ക് പോവുകയാണ്. അൽഫോൻസ കോളേജും സെന്റ് തോമസ് കോളേജും ഒക്കെ കണ്ട സ്ഥിതിക്ക് പാലായിൽ വിപ്ലവമായി മാറിയ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ സ്ഥലവും കൂടെ നമുക്കൊന്ന് കണ്ടുകളയാമെന്നുള്ള ഒരു തോന്നലാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോകുന്നു. ബ്രില്യൻ സ്റ്റഡി സെന്റർ ഇരിക്കുന്നത് മുത്തോലിയിലാണ്, മുത്തോലി ഗ്രാമപഞ്ചായത്തിലാണ്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അത് തന്നെയല്ല, നമ്മൾക്ക് തിരിച്ചു വരുമ്പോൾ പാലായുടെ ബൈപ്പാസിൽ കൂടി കോട്ടയം പാല ബൈപ്പാസിലൂടെ വരണമെന്നുള്ളതാണ് നമ്മുടെ ഒരാഗ്രഹം. അതും ഈ അരുണാപുരം കഴിഞ്ഞിട്ടാണ് ബൈപ്പാസിലേക്കുള്ള എൻട്രി തുടങ്ങുന്നത്. അത് നേരെ നമ്മൾ മുത്തോലിയെ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഏതാണ്ട് ശമിച്ച ലക്ഷണമുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് 3 പേർക്കും, എനിക്കും രാധികയ്ക്കും മോനും ഉണ്ട്. ഞങ്ങളങ്ങനെ പറ്റിയ ഒരു ചെറിയ സ്ഥലം, ഇങ്ങനെ നാടൻ ചായക്കട തപ്പിയും കൂടെയാണ് ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു യാത്ര കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുത്തോലി ജംഗ്ഷനിലെത്തി. മുത്തോലി ജംഗ്ഷനിൽ നിന്ന് ഇവിടെയെല്ലാം ഈ ബ്രില്യൻറ്റിൽ പഠിക്കാൻ വരുന്ന കുട്ടികളാണ് ഈ പ്രദേശത്തെല്ലാം ധാരാളം ഉള്ളത്. ഇവിടെ നിന്ന് ഈ ഇടത്തേക്ക് തിരിഞ്ഞാൽ ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്കുള്ള സ്ഥലമാവും. ആ സ്ഥലം കാണുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രില്യൻ സ്റ്റഡി സെന്റർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര ഇപ്പോൾ നടത്തുന്നത്. വളരെ ചെറിയ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങിയ ബ്രില്യൻ സ്റ്റഡി സെന്ററാണ്. എൻ്റെ പല സുഹൃത്തുക്കളും അവിടെ അധ്യാപകരൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത് ഇന്ത്യയിലെ തന്നെ, എനിക്ക് തോന്നുന്ന രാജസ്ഥാൻ, കോട്ട രാജസ്ഥാനിലേക്കാളും വളരെ പ്രശസ്തമായി ഈ ബ്രില്യൻ സ്റ്റഡി സെന്റർ എന്ന് വേണം കരുതാൻ. ഈ കാണുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്ററിൻ്റെ കെട്ടിടങ്ങളൊക്കെയാണ്. ഇതെല്ലാം
ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലുകളും കുട്ടികളുടെ ക്ലാസ് റൂമുകളും ഒക്കെയാണ്. എത്ര വലിയ കെട്ടിടങ്ങളാണെന്ന് നോക്കൂ. വളരെ ചെറിയ ഒരു സ്ഥാപനമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ബ്രില്യൻറ്റിനെ കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും പാലായെ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇന്ത്യയിലെ നാനാഭാഗത്തു നിന്നുള്ള കുട്ടികൾ ഇവിടെ ബ്രില്യൻറ്റിൽ കോച്ചിങ്ങിനായിട്ട് വരുന്നുണ്ട്. നല്ല റിസൾട്ടും അവർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. മുത്തോലി ജംഗ്ഷനിൽ നിൽക്കുകയാണ് ഞങ്ങൾ. ട്രാഫിക് ബ്ലോക്കാണ്. നമ്മുടെ നമ്മുടെ ഒരു സ്കോഡ അതിലൂടെ പോയി. നമ്മളെ കളറല്ല, ഒരു സ്പോർട്സ് കളറിലുള്ള ഒരു സ്കോഡ ഒക്ടാവിയ ഇപ്പോൾ മുമ്പിലൂടെ പോയി. ഞങ്ങൾ അതിനെയൊക്കെ കണ്ടപ്പോൾ സന്തോഷിച്ചു. ഇനിയൊരു ചായ കുടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ താര എന്നൊരു ചെറിയ ഹോട്ടൽ കണ്ടു. അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് അവിടുന്ന് ഇറങ്ങി നേരെ ഇനി പാലായിലേക്കാണ്. പാലായിലെ ഈ ബൈപ്പാസിലൂടെയുള്ള യാത്ര വളരെ രസകരമാണ്. പാല പ്രകൃതിക്ക് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കാതെ പ്രകൃതി കുന്നും മലകളും അതുപോലെയൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ബൈപ്പാസ് നിർമ്മാണ രീതിയാണ് പാലായിൽ അവലംബിച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് കാണാം. കാണുന്ന ഒരു പാല ബൈപ്പാസ് കാണുന്ന ഒരു രസമാണ്. നല്ല കയറ്റവും നല്ല അതുപോലെയുള്ള ഇറക്കവും ഒക്കെ ആയിട്ടുള്ള ഒരു ബൈപ്പാസ് റോഡാണിത്. നമുക്കൊരു കയറ്റം ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റം കയറി ഈ ബൈപ്പാസ് റോഡുകൾ വികസനത്തിന് ഒരുപാട് ഓപ്ഷൻസ് നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടുത്തെ ധാരാളം കെട്ടിടങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ പണിയായിട്ട് ഇഷ്ടം പോലെ സ്ഥലം ഈ ബൈപ്പാസിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട്. കുറേയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും റബ്ബർ തോട്ടങ്ങളാണ് കൂടുതൽ സൈഡിൽ നമ്മൾ കാണുന്നത്. ഇറക്കം ഇറങ്ങി വീണ്ടും നമ്മളൊരു കയറ്റം കയറി. ഈ ബൈപ്പാസിലാണ് നമ്മുടെ മുൻ മന്ത്രിയും MLA യും പാലായുടെ തുമൊക്കെ ആയിരുന്ന KM മാണി സാറിൻ്റെ വീട്. നമുക്ക് ആ വീട് എവിടെയെന്ന് കാണാം. നമുക്കൊന്ന് നോക്കാം. എന്ത് രസം അങ്ങ് ദൂരെ ഇറക്കത്തിൽ കാണുന്നത് നോക്കൂ. ബൈപ്പാസിൻ്റെ അങ്ങേയറ്റം നമുക്ക് ഇവിടെ നിന്ന് അങ്ങേയറ്റമല്ല, മറ്റൊരു കയറ്റത്തിൻ്റെ അറ്റമാണ് നമ്മൾ കാണുന്നത്. ഈ പ്രദേശത്ത് എവിടെയോ ആണ് മാണി സാറിൻ്റെ വീട്. ഇതല്ല, ഈ വീടല്ല. കരിങ്ങോഴക്കൽ മാണി സാറിൻ്റെ വീട് ഇതാ ഈ കാണുന്ന വീടാണ് എന്ന് തോന്നുന്നത്. അത് തന്നെ, ഈ വീടാണ് KM മാണി സാറിൻ്റെ വീട്. വീടൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് വീണ്ടും പോവുകയാണ്. ഇനി നമ്മൾ പരിചയപ്പെടാത്ത കാണിക്കാത്ത ഒരു സാധനമുണ്ട്. അത് പാലായുടെ തിലകക്കുറിയാണ്, പാലായുടെ ഐഡന്റിറ്റിയാണ് ആ കാഴ്ച. ആ കാഴ്ച കൊണ്ട് നമുക്ക് പാലായോട് പതിയെ വിട പറയാം. വീണ്ടും ഒരു ബൈപ്പാസിലെ ഒരു കയറ്റം കൂടെ കയറി ഇറങ്ങി നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇടയ്ക്കൊക്കെ ചെറിയ മഴച്ചാറ്റലുണ്ട്. അന്തരീക്ഷത്തിന് വലിയ ചൂടില്ല. അതുകൊണ്ട് യാത്ര രസകരമാണ്, സുഖകരമാണ്, ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ നമ്മൾ പാലാ ടൗണിലേക്ക് എത്തുകയാണ്. ഈ ഒരു കയറ്റം കൂടെ കയറി ഇറങ്ങിയാൽ നമ്മൾ പാലാ ടൗണിൽ എത്തിച്ചേരും.
അങ്ങനെ നമ്മൾ ടൗണിലേക്ക് എത്തി. ഇവിടെ വണ്ടി ഇട്ടിട്ട് ഞാൻ നിങ്ങളെ ആ സിഗ്നേച്ചർ ബിൽഡിംഗ്, ആ ദൂരെ കാണുന്ന മുകളിൽ കാണുന്ന ആ സംഗതിയാണ് ഇവിടുത്തെ സിഗ്നേച്ചർ ബിൽഡിംഗ്. പാല കുരിശുപള്ളി ഒരു കപ്പോളയാണ് ഈ കാണുന്നതാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഗോതിക് മാതൃകയിലുള്ള ഒരു കുരിശുപള്ളിയാണ്. ഈ കുരിശുപള്ളിയാണ് പാലായുടെ തിലകക്കുറി. ഈ കുരിശുപള്ളിക്ക് കുറെ പ്രത്യേകതകളുണ്ട് കേട്ടോ. 1800-കളിൽ 1857 തോന്നുന്നു നിർമ്മാണം ആരംഭിച്ച കുരിശുപള്ളിയാണ്. ഇതിന് തൊട്ടടുത്ത് ലാലം പള്ളിയുണ്ട്. ആ പള്ളിയുടെ കപ്പാളയായിട്ട് കുരിശുപള്ളിയായിട്ട് പണിതതാണിത്. ഇതിന്റെ പണി പൂർത്തിയായത് 1977 എന്ന് തോന്നുന്നു. ഈ കെട്ടിടത്തിനും കൊണ്ട് പ്രത്യേകത, ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളുടെ എണ്ണം 14,444. ഒറ്റ കല്ലിൽ തീർത്ത യേശുക്രിസ്തുവാണ് ഇതിലുള്ളത്. ഈ കാണുന്നതാണ് ലാലം സെന്റ് മേരീസ് ഫൊറാന ചർച്ച്, പഴയ പള്ളി സെന്റ് മേരീസ് ചർച്ച് ലാലം എന്ന് പറയും. ആ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ പാലയോട് വിട പറയുകയാണ്. ഇനി ഞങ്ങൾക്ക് IIIT വലവൂര് എത്തേണ്ട സമയമായി. കാരണം എൻ്റെ മോൾ അവിടെ M.Tech ചെയ്യുന്നതുകൊണ്ട് മോൾക്കൊരു ചെറിയ പ്രോജക്റ്റിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അത് തീരുന്നത് വരെയുള്ള സമയത്താണ് ഞങ്ങൾ ഈ കറങ്ങാനായിട്ട് എടുത്തത്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ രാമപുരം റോഡിലാണ് വലവൂരാണ് IIIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയം. കേരളത്തിൽ ആകെ ഉള്ള ഒരേ ഒരു സ്ഥാപനമാണ്, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ KCB ഓഫീസ്. അങ്ങനെ രാമപുരം റോഡിലൂടെ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. ധാരാളം പച്ചപ്പൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. IIIT എന്നുള്ള ബോർഡുകൾ ഒക്കെ കണ്ടു തുടങ്ങി. ഇങ്ങനെ നമ്മൾ IIITയിലേക്ക് തിരിയുന്ന, രാമപുരം റോഡിൽ നിന്നും തിരിയുന്ന ആ ജംഗ്ഷനിലേക്ക്, ഈ കാറ് കിടക്കുന്ന ജംഗ്ഷനാണ്. ഇവിടുന്ന് ഇടത്തേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട് IIITയിലേക്ക്. വലവൂർ എന്നാണ് IIIT ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര്. ഇന്ത്യൻ IIIT എന്നാണ് അറിയപ്പെടുന്നത്. കോട്ടയം IIIT കോട്ടയം എന്നാണ് അറിയപ്പെടുന്നത്. ചുറ്റും റബ്ബർ മരങ്ങളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ് IIITയുടെ ക്യാമ്പസ്. അല്ലെങ്കിലും പാലായിൽ റബ്ബർ മരങ്ങളാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. ഒരു വളവും കൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ IIITയുടെ കോമ്പൗണ്ടിലെത്തി. ഇപ്പോൾ IIITയുടെ ക്യാമ്പസാണ് ഈ മുകളിൽ കാണുന്നത്. ഇവിടം കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നന്ദിയും നമസ്കാരവും. താങ്ക് യു.